കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് സാർ SSLCക്ക് വാരിക്കോരി A+കൾ കൊടുക്കുന്നതിനെ കുറിച്ച് ഒരു വിമർശനം നടത്തിയപ്പോൾ അത് വിവാദമാകുന്നു എന്നുള്ള രീതിയിൽ മീഡിയകളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആക്ച്വലി ഇത് വിവാദമാകാനുണ്ടോ? പച്ച പരമാർത്ഥമല്ലേ അത്? ഒരു പുനർവിചിന്തനത്തിന്റെ സമയമല്ലേ ഇത്? എന്താണ് പ്രശ്നമെന്നോ തിരുത്തപ്പെടേണ്ടത് എന്താണെന്നൊക്കെ ചർച്ച ചെയ്യുന്നതിന് പകരം അതിന്റെ പൊളിറ്റിക്സിൽ കടന്നിട്ടാണ് ചർച്ച മുഴുവൻ നടക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അനുസരിച്ച് ഒരു വിദ്യാർത്ഥി ആദ്യമായിട്ട് പൊതുപരീക്ഷയ്ക്ക് ഇരിക്കുന്ന SSLCക്കാണ്. കേവലം 10ാം ക്ലാസ്സിൽ ഒരു വർഷത്തെ പഠന മികവ് അസസ് ചെയ്യുന്നതിന് പുറമെ ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് മാത്സ്, സയൻസ് പോലെയൊക്കെയുള്ള വിഷയങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ അതിന്റെ ബേസിക്സ് ഒന്നും ഇല്ലാത്ത കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 10ാം ക്ലാസ്സിൽ പെർഫോം ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ്സിൽ നമ്മൾ തോന്നിയതുപോലെ മാർക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു കുട്ടിയെ കറക്റ്റായിട്ട് അസസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പഠിക്കുന്ന കുട്ടിക്കും പഠിക്കാത്ത കുട്ടിക്കും ഒരേ മാർക്കാണെങ്കിൽ അത് എന്ത് നീതിയാണ്? അർഹമല്ലാത്ത ഒരു മാർക്ക് ഒരു കുട്ടിക്ക് നൽകുന്നുണ്ടെങ്കിൽ ആ കുട്ടിയോട് നമ്മൾ ചെയ്യുന്ന ചതിയാണത്. ആ ചതിയുടെ വ്യാപ്തി മനസ്സിലാക്കണമെങ്കിൽ ആ കുട്ടി ഹയർ എഡ്യൂക്കേഷനിൽ മുന്നോട്ട് പോകുമ്പോൾ കരിയറിന്റെ ഡിസിഷൻ എടുക്കുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത്. കാരണം SSLCയുടെ റിസൾട്ട് പലപ്പോഴും വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ അധ്യാപകർക്കോ വിദ്യാർത്ഥികൾക്കോ രക്ഷിതാക്കൾക്കോ കരിയർ ഡിസിഷൻസ് എടുക്കുന്നതിന് ഒരു നിർണായകമാവുന്നുണ്ട്. പലപ്പോഴും ഫിസിക്സ്, കെമിസ്ട്രി പോലെയുള്ള സബ്ജക്റ്റുകളിലൊന്നും അധികം താല്പര്യമില്ലാത്ത കുട്ടികൾ, ടഫായിട്ടുള്ള കുട്ടികൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പക്ഷേ അതിനുശേഷം കോമേഴ്സ് എടുക്കണം എന്നൊക്കെ ആയിരിക്കും അവർ ആഗ്രഹിച്ചു വെച്ചിട്ടുണ്ടാവുക. പക്ഷെ റിസൾട്ട് വരുമ്പോൾ വിഷയങ്ങളിലൊക്കെ A+ കാണുമ്പോൾ എന്നാൽ പിന്നെ സയൻസ് തന്നെ എടുക്കാം എന്ന് കുട്ടികൾ തീരുമാനിക്കുന്നു. എഞ്ചിനീയറോ ഡോക്ടറോ ആവാന്നൊക്കെ സ്വപ്നം കാണുന്നു. പലപ്പോഴും IT-ക്ക് A+ ഉള്ളത് കാരണം കമ്പ്യൂട്ടർ സയൻസ് എടുത്ത പല കുട്ടികളെയും നമുക്കറിയാം. പിന്നീട് ഇവർ +2 സയൻസ് എടുക്കുമ്പോഴാണ് സംഗതി കേരള ബോർഡാണെങ്കിലും NCERTയുടെ സിലബസ് ആയതുകൊണ്ട് വിചാരിച്ച പോലെ എളുപ്പമല്ല കാര്യങ്ങൾ എന്ന് മനസ്സിലാവുകയും പിന്നെ സ്ട്രഗിൾ ചെയ്ത് പഠിച്ചിട്ടൊക്കെ എന്നാൽ +2 കഴിഞ്ഞതിന് ശേഷം സയൻസ് സ്ട്രീമിൽ നിന്ന് പുറത്ത് കടന്ന് ആർട്സ് സബ്ജക്റ്റുകളോ ലാംഗ്വേജുകളോ അല്ലെങ്കിൽ ഡിപ്ലോമകളൊക്കെ എടുത്ത് സ്ട്രീം മാറിപ്പോയി ഒരുപാട് ആളുകളെ നമുക്കറിയാൻ കഴിയും. നമ്മൾ തുടക്കത്തിലെ കറക്റ്റ് ആയിട്ടുള്ള ഒരു അസസ്മെന്റ് നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിലൊക്കെ ഉള്ള നമ്മുടെ അസസ്മെന്റ് പ്രോപ്പർ ആയിരുന്നെങ്കിൽ ഈ ഒരു കരിയർ ചേഞ്ചിന്റെ ആവശ്യം നമുക്ക് ഒരിക്കലും ഉണ്ടാവുമായിരുന്നില്ല. പിന്നെ പല ആൾക്കാരും പ്രത്യേകിച്ച് സയൻസ് സ്ട്രീമിലേക്കൊക്കെ പോകാറുള്ളത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു ഡിസിഷൻ എടുക്കാനുള്ള മടിന്റെ മുകളിലാണ്. കാരണം പലരും ചിന്തിക്കും സയൻസ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഏത് ഫീൽഡിലേക്കും പോകാലോ, കോമേഴ്സ് ആണെങ്കിലും സയൻസ് സ്ട്രീം, ഹ്യൂമാനിറ്റീസ് സ്ട്രീമിലേക്കാണെങ്കിലും ഒക്കെ. അപ്പൊ അതുകൊണ്ട് സയൻസ് എടുത്താൽ ഏതും നമുക്ക് ചൂസ് ചെയ്യാമെന്നുള്ള ധാരണയിൽ എടുക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആഗ്രഹങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് ആഗ്രഹങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രം നമുക്കൊരു കോഴ്സ് എടുക്കാൻ പറ്റില്ല. പലപ്പോഴും പല കോഴ്സുകളും ഡിമാൻഡ് ചെയ്യുന്ന ചില സ്കില്ലുകളുണ്ട്, ചില കോഴ്സുകൾ ഡിമാൻഡ് ചെയ്യുന്ന ചില നോളജ് ലെവലുകളുണ്ട്. അതുള്ളവർക്ക് ആ കോഴ്സുകളിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഉദാഹരണത്തിന് കുട്ടിക്ക് എഞ്ചിനീയർ ആണെന്ന് വലിയ ആഗ്രഹം, പക്ഷെ ന്യൂമറിക്കൽ എബിലിറ്റി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് തീരെ താല്പര്യമില്ലാത്ത ടഫായിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ മുന്നോട്ട് പോകാന്നുള്ളത് ബുദ്ധിമുട്ടായ കാര്യം തന്നെയാണ്. ഡോക്ടർ ആവണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, പക്ഷേ കെമിസ്ട്രി, ഫിസിക്സ് ഒന്നും ഇഷ്ടമല്ല. ആ കുട്ടി എങ്ങനെയാണ് സയൻസ് എടുക്കുക, അതിനുശേഷം എൻട്രൻസ് എങ്ങനെയാണ് ക്രാക്ക് ചെയ്യുക, പിന്നീട് ആ കുട്ടി മറ്റു ആർട്സ് വിഷയങ്ങളിലൊക്കെ ഡോക്ടറേറ്റ് എടുത്ത് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും പലപ്പോഴും സാധ്യമാവുന്നത്. ഒരു ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ കോളേജ് അധ്യാപകരുടെ മുന്നിലേക്ക് നമ്മളൊരു വിദ്യാർത്ഥിയെ കൊണ്ടു ചെല്ലുകയാണെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പല ആൾക്കാർക്കും കുട്ടികളുടെ ന്യൂമറിക്കൽ എബിലിറ്റി, മറ്റ് സ്കില്ലുകളൊക്കെ നോക്കിയിട്ട് ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നല്ലൊരു കരിയർ കൗൺസിലറെ എടുത്ത് കൊണ്ടുപോയി ചെല്ലുകയാണെങ്കിൽ നമുക്ക് ഏകദേശമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പലപ്പോഴും നമ്മുടെ കരിയർ കൗൺസിലിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ ഇന്റർവ്യൂവിനൊക്കെ പല കുട്ടികളും വരുന്ന സമയത്ത് നമ്മൾ അസസ്മെന്റ് ഒക്കെ ചെയ്തതിന് ശേഷം സയൻസിനേക്കാളും നല്ലത് മറ്റ് സ്ട്രീമുകൾ എടുക്കുന്നതായിരിക്കും എന്ന് പറയുമ്പോൾ പല ആളുകൾ അതിന് ഒഫൻസീവ് ആയിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. അതെന്താ സയൻസ് എടുത്താൽ പ്രശ്നം, എനിക്ക് ഫുൾ A+ ഉള്ളതല്ലേ, സയൻസ് തന്നെ എടുക്കാം എന്നൊക്കെയുള്ള രീതിയിൽ എടുക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആഗ്രഹങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഓരോ കോഴ്സും ഡിമാൻഡ് ചെയ്യപ്പെടുന്ന സ്കില്ലുകൾ അത് വളരെ പ്രധാനമായിട്ടുള്ളതാണ്. നമ്മൾ മാർക്ക് ദാനം ചർച്ച ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമ്മുടെ ബന്ധപ്പെട്ട അധികാരികളും മുഖവിലൊക്കെ എടുക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ പഠന പരീക്ഷാ രീതികളിലും വലിയ മാറ്റം വരേണ്ടതുണ്ട്. ഇപ്പോഴും പണ്ടാരോ എഴുതി വെച്ച ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ, കണ്ടന്റുകൾ കാണാപ്പാഠം പഠിച്ചിട്ട് അത് ഉത്തരക്കാട്ടിലെ അസിലേക്ക് ഫീച്ചേഴ്സും മെറിറ്റും ഡിമെറിറ്റും പകർത്തി എഴുതിയതിനു ശേഷം അതിൽ മാർക്കുകൾ കിട്ടുന്നതിന് പകരം കൺസെപ്റ്റുകൾ മനസ്സിലായ കുട്ടികൾക്ക് മാത്രം പരീക്ഷ എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് ഇപ്പോൾ ഓപ്പൺ ടെക്സ്റ്റ് ബുക്ക് എക്സാമുകളുടെ കാലമാണ്. അപ്പോൾ കൺസെപ്റ്റുകൾ മനസ്സിലായിട്ട് മുന്നോട്ട് പോകുന്ന രീതിയിലേക്ക് നമ്മുടെ എക്സാം പാറ്റേണുകൾ മാറേണ്ടതുണ്ട്. പലപ്പോഴും മാർക്കുകൾ അമിതമായി മാർക്ക് ദാനം കൊണ്ടും നമ്മുടെ ഈ ഒരു ബൈഹാർട്ട് പഠിച്ച് മുന്നോട്ട് പോകുന്ന രീതി കൊണ്ടും സംഭവിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് JEE പോലെയുള്ള, നീറ്റ് പോലെയുള്ള അല്ലെങ്കിൽ CUET സിവിൽ സർവീസ് എക്സാമുകളിലൊക്കെ നമ്മുടെ കുട്ടികൾ, നമ്മുടെ ബോർഡുകളിൽ വരുന്ന കുട്ടികൾ പലപ്പോഴും പിറകിലേക്ക് പോകുന്നത് കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ബന്ധപ്പെട്ട നമ്മുടെ അധികാരികൾ കുട്ടികളുടെ അർഹമായിട്ടുള്ള മാർക്കുകൾ നൽകുന്നിടത്തേക്കും നമ്മുടെ പരീക്ഷ
രീതികൾ പരിഷ്കരിക്കുന്നതിനെ കുറിച്ചും കാര്യമായിട്ടുള്ള ചർച്ചകൾ ഈ സമയത്തെങ്കിലും നടത്തേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ മാർക്കുകൾ മാത്രമുള്ള കുട്ടികളും നമ്മുടെ മാർക്കുകൾ മാത്രമുള്ള ഒരു തലമുറയായിട്ട് മാറും. ഒരു ക്വാളിറ്റിയും ഇല്ലാതെ വേണ്ടത്ര വിധത്തിൽ കരിയറിൽ പെർഫോം ചെയ്യാൻ പറ്റാത്ത ആളുകളായിട്ട് ഒരുപക്ഷെ നമ്മുടെ കുട്ടികൾ മാറിയേക്കും.